അപ്പോൾ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു. അപ്പോൾ മൈ വേ ബൈ കല്യാണിയുടെ ഇഷ്യൂസും കോൺട്രവേഴ്സീസും തീരുന്നില്ല ഗൈസ്. കുറച്ച് ദിവസം മുമ്പ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അവർ ഇട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ലിപ്പാണ് ഞാൻ കാണിച്ചത്. അതിപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. ആ സമയങ്ങളിലെല്ലാം ഞാൻ വളരെ തിരക്കിലായിരുന്നു, ഞങ്ങളുടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എന്നെ തിരിച്ച് എൻ്റെ റൂമിലെത്തിയത്. സോ മൈ വേ ബൈ കല്യാണിയുടെ ഈ ഒരു ഫസ്റ്റത്തെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവരൊരു വീഡിയോ ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ക്ലിനിക്കിൽ വന്നിട്ട് ആ ഒരു ഡോക്ടറും സ്റ്റാഫുകളായിട്ട് മറ്റൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. അത് അങ്ങനല്ലല്ലോ ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് റിലയൻസിന്റെ ജിയോ മാർട്ടിൽ ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈയിൽ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും. ഓക്കെ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം ഇത് മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് തന്നെയാണ് ആ വീഡിയോ എടുത്തേക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നുള്ളത്. ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അവർ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലെല്ലാത്തിലും അവർ പറയുന്നത് ബില്ല് കിട്ടിയില്ല, ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് പറയുന്നുണ്ട്. ബില്ല് കിട്ടിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബില്ലിലെ എമൗണ്ട് വേരി ചെയ്യുന്നുണ്ട്, അവർ കൊടുത്ത എക്സാക്റ്റ് എമൗണ്ട് അല്ല എന്നുള്ളത്. ഇത്രയും വലിയൊരു സ്ഥാപനം, 10-15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്രയും ക്ലയൻസ് ഉള്ളിടത്ത് ബില്ല് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. അവർ കൃത്യമായിട്ട് GSTയും കാര്യങ്ങളെല്ലാം അടക്കുന്നതാണ്. അപ്പോൾ ബില്ല് കാര്യങ്ങളെല്ലാം റെക്കോർഡഡ് ആയിരിക്കും. ഇനി ഇവർക്ക് മാത്രം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതെന്തായാലും ഇപ്പോൾ കേസായിട്ട് പോയിട്ടുണ്ട്, കോർട്ടിൽ തന്നെ കാര്യങ്ങൾ തെളിയട്ടെ. കാര്യം ഇവരുടെ കൃത്യമായിട്ടുള്ള ബില്ല് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ആ ക്ലിനിക്കിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി കല്യാണി ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വെച്ച് തരാം. 1/6/2026 തന്നെയാണ്, അന്ന് തന്നെയാണ്. പക്ഷെ ഇവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്, അതായത് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. ഓക്കെ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വച്ച് അവര് അതായത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതായത് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവര് തരാം, അതായത് ഡേറ്റും എഴുതിയിട്ടുണ്ട്. 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവര് ഡേറ്റ് വരെ എഴുതിയിട്ട് അതിന്റെ സീല് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ ഇവർ പറയുന്ന ബില്ല് തരാമെന്നുള്ള എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് എന്നിട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പക്ഷേ ഇത് പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഒരു ഇതിൽ എൻട്രി ചെയ്താണെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. ഇതെനിക്ക് തോന്നുന്നു ഇവർക്ക് പേപ്പറിൽ എന്തോ എഴുതി കൊടുത്ത സംഭവമാണ്. അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണോ എഴുതിയെന്നുള്ളത് എനിക്ക് അറിയില്ല. ഇനി മേ ബി ആണെങ്കിൽ തന്നെയാലും അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് തന്നെ പോലീസുകാർക്ക് വീണ്ടും എന്താ പറയുക FIR രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അതിൻ്റെ പേരിൽ. പക്ഷേ ഓൾറെഡി ക്ലിനിക്കിൻ്റെ സൈഡിൽ നിന്നാണ് ആദ്യമായിട്ട് കേസ് കൊടുത്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം ഇവരും ക്ലിനിക്കിൽ നിന്നാണ് പറഞ്ഞ പോലെ പോലീസിനെ വിളിച്ച് വരുത്തിയെന്നുള്ളതിൻ്റെ ഓഡിയോ റെക്കോർഡൊക്കെ ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ വെക്കാം. അപ്പോൾ ഈ ഒരു സിനാരിയോ ഇതുവരെ പൊക്കോണ്ടിരുന്നത് എങ്ങനെയാണ്, അതായത് കല്യാണി വന്നിട്ട് എക്സാക്ട് നെയിം കല്യാണി എന്നല്ല പേര് പറയുന്നുണ്ടതിന് ശേഷം കല്യാണി വന്നിട്ട് പറയുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് ബില്ല് വരുന്നില്ല, ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ അല്ലായിരുന്നു, അവരുടെ മുഖം ഒന്ന് തടിച്ച് വീർത്തു, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി. പിന്നെ പലരും കല്യാണിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലിനിക്ക് റിലേറ്റഡ് ആയിട്ട്. സോറി, ഞാൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നുണ്ട്. ക്ലിനിക്ക് റിലേറ്റഡ് ആയിട്ട് പലരും കല്യാണിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ കുറേ ബില്ല് തരാത്ത കുറേ ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനൊന്നും എക്സാക്ട് പ്രൂഫോ കാര്യങ്ങളൊന്നും ആൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അതിപ്പോൾ കമൻറ്റ് ബോക്സിലോ മറ്റോ വന്നിട്ട് ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം. എൻ്റെ ഇൻബോക്സിൽ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഗുരുവായൂർ അങ്ങാണ്ടുള്ളതാണ്. ഞാൻ ആ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ കിടക്കണ്ട തപ്പി എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് കാര്യം എനിക്കത് അത്ര റിലവൻ്റാന്ന് തോന്നില്ല. ഇതേ ക്ലിനിക്കിനെ കുറിച്ച് തന്നെ എന്തോ ഒരു ഇതുപോലെ അലിഗേഷൻ പോലെ പറഞ്ഞതാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആളെ കോൺടാക്ട് ചെയ്ത് തപ്പിയെടുക്കാം എന്നേ ഉള്ളൂ. ഇപ്പം നിലവിൽ അതിൻ്റെ ഒരു റിലവൻസ് ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വേർഷൻ. ഇനി ഡോക്ടറുടെ അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കിൻ്റെ സൈഡിൽ നിന്നും അവരും നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയുന്നു, ഇവരും നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു റീൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല എൻ്റെ കല്യാണി ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു വലിയ ബിഗ് ബ്രാൻഡിനെ തന്നെ അടിച്ച് നിലത്തിട്ടല്ലോ. ഈ ഡോക്ടറിന്റെ കുറച്ച് കോൾ റെക്കോർഡ് ഫസ്റ്റ് ഒരു 2-3 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ക്ലയന്റ് പേഴ്സണലി വേറെ ഒരു ഡോക്ടേഴ്സിനല്ല, എന്റെ ക്ലയന്റ് ആയിട്ട് ആളും ആളുടെ ഹസ്ബൻഡും കൂടെ വന്ന് 8 മാസം മുന്നേ ഒരിക്കലും ഒക്ടോബറിലാണ് കുട്ടി ആദ്യമായിട്ട് വന്നത്. ഇപ്പൊ സത്യം വിളിച്ചു പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ആ കുട്ടിയുടെ മുഖത്ത് വല്ല പൊള്ളലോ പിമ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടല്ലോ, ഒന്നും പറ്റിയിട്ടില്ല. ആ കുട്ടി കുറേ ക്ലിനിക്സിൽ പോയിട്ട് ഈ എൻഡോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അവർക്ക് വന്നിട്ട് കൊളാബ് വേണം, എന്താ പറയുക, ഫ്രീ ആയിട്ട് വേണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പറയും കൂടെ ചെയ്തു. മഞ്ജു വാര്യർ തൊട്ട് ആ ലെവലിൽ തെലുങ്ക് ഫിലിം ആക്ടേഴ്സ് തൊട്ട് എല്ലാവരും നമുക്ക് പേയ്മെന്റ്, നമ്മൾ ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗിൽ കയറിയിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല. കാരണം എനിക്കെന്തോ
ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഇപ്പോൾ ഓരോ ഓക്കെ, ഇവരുടെ ഈ ഡോക്ടറുടെ അല്ലെങ്കിൽ ഇവരുടെ ക്ലിനിക്കിൽ നിന്നുള്ള വേർഷൻ ഇവർക്ക് പ്രൊമോഷൻ്റെ ആവശ്യമില്ല. കല്യാണി പ്രൊമോഷൻ അല്ലെങ്കിൽ കൊളാബ് ചോദിച്ചു അവർ കൊടുത്തില്ല. കൊടുക്കാത്തതിൻ്റെ ദേശത്താണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഇവർ നിൽക്കുന്നത് ഇപ്പോഴും. പിന്നെ ഈ 8 മാസത്തോളമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം ഇവരുടെ കയ്യിലുണ്ട്, എല്ലാ തെളിവുകളും ഉണ്ട്. പേയ്മെൻറ്റ് നടത്തേണ്ട അവിടെ ഒരു ക്യാഷ് പേയ്മെൻറ്റേ നടത്താറില്ല, ഫുള്ള് ഡിജിറ്റൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ്സ് തന്നെയാണ്. അതിൻ്റെ എല്ലാ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ വെക്കുന്നുണ്ട്. അവരെ ക്രെഡിബിലിറ്റീനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അത് ഈ ഒരു ചെറിയ ഇഷ്യൂവിൻ്റെ പേരിൽ ഇത് അത്രത്തോളം വലിയൊരു ഇതിലേക്ക് എത്തിച്ചു. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് ലെവലിലും കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതായിരിക്കണം സത്യം എന്നൊന്നുമില്ല. ഇവിടെ ഞാൻ കല്യാണിനെയും കുറ്റം പറയുന്നില്ല, ഈ ക്ലിനിക്കിനെയും ഈ ടീമിനെയും കുറ്റം പറയുന്നില്ല. പക്ഷേ രണ്ടുപേരുടെ വേർഷൻസ് കേൾക്കുമ്പോൾ രണ്ടുപേരും ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ആകെ കുളമായിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും ദിവസം വന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ റീസെൻ്റ്ലി ഐ തിങ്ക് ഇന്നലെയോ മിനിഞ്ഞാന്നോ കേട്ട് ഇതേ ഡോക്ടർ തന്നെ കുറച്ചധികം കോൾ റെക്കോർഡ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ടോട്ടലി കല്യാണിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കല്യാണി പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ വീഡിയോസൊക്കെ കണ്ട ഞാൻ അത് വീണ്ടും എടുത്ത് ഇടുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പലരും വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് തരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, കുറേ ടൈം ഡ്യൂറേഷൻ കൂട്ടാനേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചുരുക്കത്തിൽ പറഞ്ഞു നിർത്താം. ആ ഒരു വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ മൊത്തത്തിലൊരു ഐഡിയ കിട്ടിയല്ലോ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച്. ഇനി ഡോക്ടറിനെ കുറച്ച് കോൾ റെക്കോർഡ്സ് ഉണ്ട്, കേൾപ്പിക്കാം. 1 ജൂൺ തിങ്കളാഴ്ച ഞാൻ ദുബായിലായിരുന്നു. ദുബായിലുള്ള സമയത്തായിരുന്നു ഇതെല്ലാം ക്ലിനിക്കിൽ വീണ്ടും വന്ന് അവർ പ്രശ്നം ഉണ്ടാക്കിയത്. ആ മെറ്റാ ക്ലാസ് പറയുന്ന ഒരു കാര്യം എന്താ, ബില്ല് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളത്. അത് 30-ാം തീയതി വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു. അവർ എപ്പോൾ പോകുമ്പോഴും ഒരു ഹാർഡ് കോപ്പി അവർ ബില്ലിൽ അവർ എന്താ പറയുക കവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഹസ്ബൻഡ് ചോദിക്കും ഈ വാട്സ്ആപ്പ് വഴി ഒന്ന് ഷെയർ ചെയ്യുന്നു, ചില സമയത്ത് അതും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ വന്ന് ഒച്ചുണ്ടാക്കിയ മെറ്റാ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ക്ലാസ് തന്നിരിക്കുന്ന വീഡിയോ ഫുട്ടേജിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, ഈ പറഞ്ഞവർ ബില്ല് എവിടെയാണ് അത് ഞാൻ വന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. 8 മാസം മുന്നേ വരെയുള്ള ബില്ലുകൾ ഞങ്ങളുടെ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യാം, ഈ മാസത്തുള്ളത് ഞങ്ങൾക്ക് തരാം. അത് തന്നെയാണ് മെയ് 30-ാം തീയതി 1-ാം തീയതി അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് അതേ എക്സ്പ്ലനേഷൻ തന്നെയായിരുന്നു. ആൻഡ് വി ഹാവ് റിലീസ്ഡ് ഇറ്റ്. കല്യാണി പറയുന്നത് വെച്ചാൽ ഡോക്ടർ ആക്ച്വലി ലക്ഷങ്ങളായിട്ടുണ്ട്, ബട്ട് ഇതിന്റെ ഹാഫ് എമൗണ്ടിന്റെ മാത്രം ബില്ല് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ക്ലെയിം ചെയ്യുന്നത്. ബില്ലുകളെല്ലാം അയച്ചു തരാൻ വേണ്ടി നിങ്ങൾ ഇമെയിലോട്ട് അയച്ചു തരൂ എന്നുള്ളത് കസ്റ്റമർ കെയർ അയച്ചിരിക്കുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ, ബിക്കോസ് വി വോണ്ട് ഇറ്റ് നൗ. കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ഒരു ക്ലയന്റിന് ബില്ല് വേണം എന്ന് പറയുകയാണെങ്കിൽ ആ ബില്ല് ഏത് ഇമെയിലോ. ഓക്കെ, ബില്ലിൻ്റെ ഒരു കേസ് ഈ ഡോക്ടർ പറയുന്ന ഇപ്പോൾ ഈ ഒരു വേർഷനാണ്. ഓൾറെഡി 8 മാസമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബില്ലുകൾ ഉണ്ടാവും. മേ ബി സോ ഒരു ടൈം വരെ ഒരു മിക്ക ഹോസ്പിറ്റൽസോ ക്ലിനിക്കോ അല്ലെങ്കിൽ എന്താണെങ്കിലും ചിലപ്പോൾ 2 മാസം 3 മാസം ബില്ലുകളായിരിക്കും അവർ കീപ്പ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാം ഹെഡ് ഓഫീസിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ സിസ്റ്റത്തിലേക്കോ മാറ്റും, ഹാർഡ് ഡ്രൈവിലേക്കോ എങ്ങാനും. ഇതെല്ലാം പേപ്പറായിട്ട് വെക്കുന്നവരുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു സ്പേസിൽ ഇത്ര അധികം ഡോക്യുമെൻറ്റ്സ്, ഇത്ര അധികം ക്ലയൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത പല സ്ഥലങ്ങളുണ്ട്. സോ അങ്ങനെ ആയിരിക്കാം മേ ബി അവരും പറഞ്ഞിട്ടുണ്ടാവണേ. അപ്പോൾ അതായിരിക്കും കല്യാണിയും പറയുന്ന പകുതി ബില്ലുകൾ തന്നിട്ടുള്ളൂ. ശരിയായിരിക്കും, ലാസ്റ്റ് 3 മാസത്തെ മറ്റോ ബില്ലായിരിക്കും കൊടുത്തേക്കുന്നത്. അതിൽ പകുതി എമൗണ്ട് ഉണ്ടാവുള്ളൂ. ടോട്ടൽ വേണമെന്നുണ്ടെങ്കിൽ അവരെ ഹെഡ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റോ എവിടെയാണ് റെക്കോർഡ്സ് പ്രോപ്പറായിട്ട് ഇരിക്കുന്നത് അവിടെ നിന്ന് കിട്ടണം. അതിപ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ക്ലയൻസിനെ ഡീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവരെ വേറെ ആക്ടിവിറ്റീസ് ഇപ്പോൾ ചില സ്റ്റാഫുകളാണെങ്കിൽ മൾട്ടി ടാസ്കിങ് ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒന്ന് ഡിലേ ആവും, 1, 2, 3 ദിവസം ഡിലേ ആവും, അത്രേ ഉള്ളൂ. പക്ഷേ അതിനുള്ളിൽ തന്നെ ഇത് കംപ്ലൈൻറ്റും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എക്സാക്ട്ലി അത് തന്നെ ആയിരിക്കണം. പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത് അഗൈൻ കൊളാബറേഷൻ, അതായത് നിങ്ങൾ CCTV ഫോട്ടേജ് കാണിച്ച് തെളിയിക്കണം, അതായത് കല്യാണി കൊലാബ് ചോദിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ടാണ് കല്യാണി പറയുന്നത്. പുള്ളിക്കാരത്തി CCTV ഫോട്ടേജ് അതായത് കൊലാബറേഷൻ ചോദിച്ചിട്ടില്ല എന്നാണ് കേട്ടത്. എന്നാ പിന്നെ എന്തെങ്കിലും ക്ലിനിക്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണേ, അതും കൂടി പറയും മോശം പാട്ടുണ്ടായിട്ടോ. ദി ഹോൾ പോയിന്റ് ഞങ്ങൾ തമ്മിലുള്ള ഒരു എൻറ്റയർ റാപ്പ് തെറ്റി തുടങ്ങിയ തന്നെ ഓൺലി ബിക്കോസ് ഷീ ആസ്ക്ഡ് മീ കൊലാബ്. നൗ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിൽ ആ കുട്ടി എന്താ പറയാ ഡ്രസ്സിന്റെ എല്ലാ ക്ലയൻസും ചിലപ്പോൾ ബോഡിയിലൊക്കെ മാർക്ക് ഉണ്ടാവില്ലേ, ആ മാർക്കുകൾ കാണിക്കുന്ന സമയത്ത് CCTV ഇല്ല. കൺസൾട്ടേഷൻ റൂമിലും പ്രൊസീജിയർ റൂമിലും CCTV ഇല്ല. കോമൺ ഏരിയാസാണ് CCTV ഉള്ളത്. എക്സാക്ട്ലി ഇതൊരു പോയിന്റാണ് ഡോക്ടർ പറഞ്ഞ. ഈ പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടമായി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ CCTV ഫുട്ടേജ് ഇത് കാണിക്കുന്നൊക്കെ കല്യാണി ഇത്ര ധൈര്യത്തോടെ ഒന്ന് പറയണം എന്നുണ്ടെങ്കിൽ, ഇതൊരു കൊളാബിൻ്റെ കേസാണെങ്കിൽ ഉറപ്പായിട്ടും ഇവർ കൊളാബ് ചോദിച്ച സ്ഥലത്ത് CCTV മറ്റു കാര്യങ്ങളും ഇല്ലാന്ന് ഇവർക്ക് ഉറപ്പായിരിക്കും. കാര്യം ഇത് കൂടുതലും ഡോക്ടറെ അടുത്ത് പേഴ്സണൽ കൺസൾട്ടേഷൻ്റെ സമയത്തോ മറ്റോ ചോദിച്ചതാണ് എന്നാണ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാമറ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡോക്ടർ ഇവരെന്തെങ്കിലും സംസാരിക്കുന്നത് വെച്ചിട്ട് ഫോൺ റെക്കോർഡ് ഓണാക്കി വെച്ചുകൊണ്ടിരിക്കുകയല്ലോ. അത് അവർ എത്തിക്സിന് ചേർന്ന പരിപാടിയല്ല അല്ലേ. അപ്പോൾ കൺസൾട്ടേഷൻ റൂമിൽ ഇതുവരെ CCTV മറ്റു കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ഇവരുടെ മെറ്റാ ക്ലാസ് അപ്പോഴും ഓണായിരുന്നു എന്നുള്ള ഡോക്ടർ അതിന് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതെല്ലാം ഉണ്ടാവണമല്ലോ, അത് ഇവരോട്ട് പുറത്ത് വിടയില്ല. അതിന് പോലീസോ മറ്റു കാര്യങ്ങളോ കോടതിയിൽ കേസായിട്ട് പോകുമ്പോഴേക്കും റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിലീറ്റ് ആക്കിയാലും ഇഫ് ഐ എം നോട്ട് റോങ് ഒരു 1 year or 2 year വരെയുള്ള ഡാറ്റാസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ
IT ടീമിന് ഗവൺമെൻറ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരാൾ വഴി ഒരു കേസിൻ്റെ ആവശ്യത്തിന് ഒരാൾ സംസാരിച്ചപ്പോൾ ഞാൻ അറിഞ്ഞൊരു കാര്യം ഇതാണ്. 2 വർഷത്തോളം ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും എന്തൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും. ഫോറൻസിക് അനാലിസിസ് അങ്ങനെ എന്തൊക്കെയോ കുറേ പരിപാടിയുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല, എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇവരങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു സോഷ്യൽ മീഡിയ ഫൈറ്റിന് തുടങ്ങിയൊരു സാധനം ഇത് എവിടെ എത്തി നിൽക്കേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ റൂമിൽ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾ കട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് CCTV. കാരണം ഈ ക്രൈംസ് മാത്രം ഓരോന്ന് കാണിക്കുന്നത് റൂമിൽ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഹസ്ബൻഡ് മെറ്റാ ക്ലാസ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്റെ റൂമിൽ, എന്റെ കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടാണ്. റിലീസ് ദാറ്റ് ഫൂട്ടേജ്. അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മെറ്റാ ക്ലാസ്സിൽ വിഷ്വൽ വന്നിട്ടുണ്ടാവും. അത് പോലീസോ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഓർഡർ വരുമ്പോൾ റിക്കവർ ആക്കിയിട്ട് ചെക്ക് ചെയ്യേണ്ട വരും. അത് ഇവരെന്തായാലും എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു ബ്രാൻഡ് വെറുതെ വിടും എന്നുള്ളത് അവർ അതിൻ്റെ ഫൈറ്റ് ചെയ്ത് അവരെ പുറകെ പോവുകയും ചെയ്യും. നല്ല കാര്യം, അങ്ങനെ തന്നെ പോട്ടെ. കാര്യം ഒരു ഗാഡ്ജറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് സ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗാഡ്ജറ്റ് ആണെങ്കിൽ അത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള കാര്യം മെറ്റാ ക്ലാസ്സിനെ മുകളിൽ ലേറ്റ് എത്തൂല. അത് ഇവർ ഉണ്ടാവില്ലായിരിക്കും. കൺസൾട്ടേഷൻ റൂമിൽ കൊണ്ടുവന്നിട്ട് അവക പരിപാടി കാണിച്ച് കഴിഞ്ഞാൽ മോശം തന്നെ. ഇപ്പോൾ ചില ഗവൺമെൻറ് ഓഫീസിൽ ചില സ്ഥലങ്ങളിലൊന്നും ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ നമ്മുടെ നേരക്ക് ഈ സാധനം വെച്ചിട്ട് നമ്മളെ കാണിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. എന്നാലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ എന്താണ് അവിടെ ആക്ടിവിറ്റി നടക്കുന്നത് അത് എടുക്കാൻ പാടില്ല എന്ന അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അത് ഈ പെണ്ണുമ്പോഴൊക്കെ അറിയില്ലാവോ. അതിനുണ്ടായിരിക്കണം ആ കൊളാബറേഷന്റെ കാര്യം പറഞ്ഞത്. കാര്യം മെറ്റാ ക്ലാസിന്റെ കാര്യം പറഞ്ഞ ആ ഷൂട്ട് ചെയ്ത സമയത്ത് അവരുടെ ഫൂട്ടേജ് ഉണ്ടാവേണ്ടതാണത്. കാര്യം ഞങ്ങളുടെ ഫൂട്ടേജിൽ അപ്പോൾ ഞാൻ എടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൊളാബ് എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഡസന്റ് വർക്ക് ഇൻ അവർ ബ്രാൻഡ് ലൈക്ക് ദാറ്റ്. ഈ ഫസ്റ്റ് ഈ കൊളാബ് ഇങ്ങനെ പ്രൊസീജിയർ കൊളാബ് ചോദിക്കുന്നതിന് വളരെ മുമ്പേ തന്നെ അവരെടുത്ത് ചോദിച്ചു പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കുമോ മാസം അവരത് പ്രൊമോട്ട് ചെയ്യാന്ന്. വി ഡോണ്ട് വാണ്ട് എനിവൺ ടു പ്രൊമോട്ട് അവർ ബ്രാൻഡ്. അപ്പൊ അന്ന് ചോദിച്ചതിന് ശേഷം പിന്നീട് മാസങ്ങൾക്ക് ശേഷം എന്റെ അടുത്ത് വന്ന് ചോദിച്ച കാര്യമാണ് ഇങ്ങനെ വേറെ ക്ലിനിക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് റേറ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്നില്ല, ഒന്നിനും നിങ്ങൾ ഫ്രീ ആയിട്ട് തരൂ, അപ്പോൾ ഞാൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ തരണം എന്ന് പറഞ്ഞത്. ഇനി വേറൊരു വശം കൂടി പറയാം. അതിപ്പോ പറയുന്നത് കഷ്ടമാണ്. ഐ വിൽ നോട്ട് നെയിം ദ ഡോക്ടർ. അവർ പറഞ്ഞിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് ട്രിവാൻഡ്രത്തുള്ള ആ ക്ലിനിക്കിൽ ഞങ്ങളൊരു എക്സ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജീവലക്ഷ്മി അവിടെ പോയി സംസാരിച്ചതിന്റെ എവിഡൻസും എനിക്കുണ്ട്. ജീവലക്ഷ്മി എന്നാണ് കല്യാണിയുടെ ശരിക്കുള്ള പേര് എന്ന് തോന്നുന്നു, റെക്കോർഡിക്കൽ നെയിം. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് വേറൊരു ക്ലിനിക്കിൽ ഇവർ എക്സ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് കല്യാണി രണ്ടാമത് പോയ ക്ലിനിക്കിൽ എക്സ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ ഇതിന് ശേഷമുള്ള കോൾ റെക്കോർഡിൽ പറയുന്നുണ്ട്. ഈ ഓഡിയോ തന്നെ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ മെറ്റാ ഗ്ലാസിന്റെ യൂസും മറ്റു കാര്യങ്ങളും കൊളാബിന്റെ ഒരു ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് തെളിയിക്കേണ്ട. ഇനി കോടതിയിലേക്ക് എന്തായാലും കേസ് എത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി അവിടെ നിന്ന് തന്നെ തെളിഞ്ഞ് വരട്ടെ, അതാണ് നല്ലത്. പിന്നെ പുറത്ത് തന്നെ ഓഡിയോ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ അനലൈസ് ചെയ്ത് പോകാനേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു 70% കല്യാണിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. ബാക്കിയൊരു ചാൻസ് ഉള്ളത് തെറ്റില്ല എന്നുള്ളൊരു ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. കാര്യം ഇവർ പറയുന്ന കുറേ കാര്യങ്ങളിൽ ഇവർ വെക്കുന്ന പ്രൂഫ് കാര്യങ്ങളൊന്നും വലിയ വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകളൊന്നും അല്ല വെക്കുന്നത്. ഈ ഡോക്ടറാണെങ്കിൽ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ അവർ തെളിവുകളായിട്ട് കോടതി പോട്ടെ, അല്ല നല്ലത്. ഇനി വേറെ വശം, അവർ ഉപയോഗിക്കുന്ന ഈ കൊറിയൻ ഗ്ലൂട്ടതൈൻ ആണ് ഇഞ്ചക്ഷൻ, ആൻഡ് ദാറ്റ് ഇസ് ഇല്ലീഗൽ. ജീവലക്ഷ്മി ഇത് സ്ഥിരം കേസ് വല്ലാതെ മോശമാക്കുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു പുട്ട് ഔട്ട് ദ ഡെർമറ്റോളജിസ്റ്റ് നെയിം. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. നമ്മുടെ നാട്ടിലെ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഞങ്ങളെ പോലത്തെ ആളുകളെയാണ് ഇത് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. There are enough and more qualified doctors, qualified dermatologists who does not follow ethical practices, and I will fight against it. അതേ പറഞ്ഞു, എനിക്ക് ആവശ്യത്തിനേറെ എവിഡൻസസ് ഉണ്ട്, and she knows that. അവരെ കൊണ്ട് പറ്റാവുന്നത് ബെസ്റ്റ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു അലിഗേഷൻ കൂടി വന്നേക്കാണ്. അതായത് ഇവർ പോകുന്ന ഈ കല്യാണി രണ്ടാമത് പോയ സ്ഥലത്ത് ഈ കൊറിയൻ സാധനമൊക്കെയാണ്, അത് കൊറിയൻ ഗ്ലൂട്ടത്തൈൻ്റെ സാധനമൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതൊക്കെ കല്യാണി യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ അതിൻ്റെ റെക്കോർഡ്സ് ഇവരുണ്ട്, അതിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. ഇതൊക്കെ പുറത്ത് പുട്ട് ഔട്ട് ചെയ്യേണ്ട വരും എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോർട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും തീരുമാനം ആയിക്കോളും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞാൽ ഈ കല്യാണിയുടെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോ സ്ഥിരം കാണുന്ന വ്യൂവർ അല്ല, ഞാനിപ്പോൾ ഈ ഒരു ഇഷ്യൂവിന് ശേഷം കണ്ടു തുടങ്ങിയതാണ്. ഇവർ ഇതുപോലത്തെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരടുത്ത് വീണ്ടും പറയാൻ ഇത്രയേ ഉള്ളൂ പറയാൻ, നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസിലേക്ക് മാത്രമേ നിങ്ങൾ പോകാറുള്ളൂ. നിങ്ങളുടെ സ്കിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള സാധനങ്ങൾ നിലനിർത്തുക, സംരക്ഷിക്കുക എന്നുള്ളത്. അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് കൂട്ടി തകർക്കാനുള്ള രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. പല വിലയ്ക്ക് പറഞ്ഞ സാധനങ്ങൾ കിട്ടും. അത് വില കുറഞ്ഞ് കിട്ടുമ്പോഴേക്ക് ഇപ്പോൾ വെളുത്തിട്ട് പാറാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ജീവിതം തന്നെ പാറിപ്പോവും. അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അതും കണ്ടും കേട്ടൊക്കെ കാര്യങ്ങൾ ഇതാക്കുക. അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വീഡിയോ ചെയ്യണവർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനം, ഇപ്പോൾ ഒരു സോപ്പിൻ്റെ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, ആൾ വീഡിയോ കാണുന്നത് എനിക്കറിയില്ല, മച്ചാനെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇടയ്ക്ക് ഒരു സാധനത്തിൻ്റെ പ്രൊമോഷൻ പറഞ്ഞ് ഞാൻ പറയും എടുക്കണ്ട വേൻ, കാര്യം നല്ല നെഗറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, എടുക്കാൻ നിൽക്കണ്ട, നല്ല നെഗറ്റീവാണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു അവർക്ക് യാതൊരു റിസൾട്ട് അതുകൊണ്ടില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ ഇട്ടോ, ഇത് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ചിലർക്ക് യൂസ് ഉണ്ടാവും, ചിലർക്കൊന്നും അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളത് അതൊരു സത്യം തന്നെയാണ്. പലരുടെയും ബോഡി ടൈപ്പ് അല്ലെങ്കിൽ പലരുടെയും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില സാധനങ്ങൾ, ചില ക്രീം ചിലർക്ക് ഒറ്റത്തവണ വയ്ക്കുമ്പോഴേക്കും ഭയങ്കര റിസൾട്ട് കാണും, ചിലർ അത് കണ്ടിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ടും കാണത്തില്ല, ചിലപ്പോൾ മേ ബി സൈഡ് എഫക്ട്സും വരും. അതങ്ങനെയാണ്, എല്ലാ മെഡിസിനും അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് എല്ലാം നമ്മുടെ ശരീരത്തിൽ തേക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ഇൻഹെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന
ടാബ്ലറ്റ്സ് എന്തും ആയിക്കോട്ടെ, എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകളൊക്കെ ഉണ്ടാവും. ചിലർക്ക് സൈഡ് എഫക്ട്സ് ആയിട്ട് വിസിബിളി കാണും, ചിലർക്ക് എന്താ പറയുക പോസിറ്റീവായിട്ടായിരിക്കും വന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ വേണ്ടി വീഡിയോ ചെയ്തോന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ ചെയ്യുന്നില്ലടാ കാര്യം. ഇതുപോലത്തെ തെറ്റായ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സാധനം ഇട്ടിട്ട് എനിക്കൊരു നെഗറ്റിവിറ്റി വരുത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ആൾ വേണ്ടാന്ന് വെച്ചത്. അങ്ങനെയുള്ള നല്ല ഇൻഫ്ലുവൻസേഴ്സാണ് അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സാണ് നമുക്ക് ആവശ്യം. ബില്ലാണ് ഫസ്റ്റ് കൺസേൺ. ആൻഡ് ദ സെക്കൻഡ് കൺസേൺ ഇസ് ആക്ച്വലി മൈ വേ ബൈ കല്യാണി, അതായത് ജീവലക്ഷ്മി അവിടെ വന്നേക്കുന്നത് പുള്ളിക്കാരത്തിയുടെ മുഖത്തൊരു പാടുണ്ട്. അതായത് ഈവൻ ഹർ ഫാദർ ഗോട്ട് ദ സെയിം മാർക്ക്. സോ അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. ദ ഫസ്റ്റ് ടൈം ഷീ കെയിം ടു യുവർ ക്ലിനിക് ഫോർ ദാറ്റ് റീസൺ. ആ ഒരു ബർത്ത് മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ബർത്ത് മാർക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക? അബ്സല്യൂട്ട്ലി റോങ്. ഞങ്ങളുടെ ക്ലിനിക്കിലെ ഫയലിൽ കൃത്യമായിട്ടുണ്ട് ആൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിറോയിഡിന്റെ പേരും അത് എത്ര നാൾ ഉപയോഗിച്ചു എന്നുള്ളത്. ആൻഡ് വി ക്യാൻ സബ്മിറ്റ് ദാറ്റ് നോട്ട് ഓൺ യൂട്യൂബ്. യൂട്യൂബ് ഇസ് നോട്ട് എ ലീഗൽ പ്ലാറ്റ്ഫോം. വി ഹാവ് ദാറ്റ്. അത് ഹസ്ബൻഡ് പറയാലോ. ഹസ്ബൻഡില്ലേ ഇത് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പം ഹസ്ബൻഡ് അന്ന് പെട്ടെന്ന് വൈഫിനെ നോക്കിയിട്ട് അതിൽ സ്റ്റിറോയിഡ് ഉണ്ടായിരുന്നു എന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ തല ഇങ്ങനെ പതുക്കെ കാട്ടിയാലോ. പിന്നെ നമ്മൾ അതാണ് മെയിൻ കൺസേൺ. നിങ്ങൾ സ്റ്റിറോയിഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോൾ ഞാനിത് ഒരുപാട് വെക്കുന്നില്ല. ഇതിൽ ബേസിക്കലി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവരുടെ കയ്യിൽ മെഡിക്കൽ റെക്കോർഡ്സ് കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർ ഈ ഓരോ അലിഗേഷനായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഓരോന്ന് പറയുമ്പോൾ ഇവർക്ക് തന്നെ ചിന്തിച്ചാൽ മതി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ ഇതിനുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസോ തെളിവുകളോ ഉണ്ടെങ്കിൽ പിന്നെ ഇത് ഈ പറഞ്ഞു നിൽക്കുന്നത് കുറച്ച് നാളത്തേക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. ഞാനത് കല്യാണിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലുള്ളൊരു വേർഷനാണ് ഞാൻ പറയുന്നത്. കുറച്ച് നാൾ ഒരാൾക്കാരുടെ മുമ്പിൽ കണ്ണി പൊടിയിടാനോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഒരു എന്താ പറയുക കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നവരെ ഒന്ന് നിൽക്കാനേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷേ ഇത് പൊളിയും എന്നുള്ളത് അറിയാം. എന്നാലും ചില വ്യക്തികൾ അവരുടെ ഉള്ളിൽ തോന്നുന്ന ഓരോ കഥയായിട്ട് അങ്ങോട്ട് ഇറങ്ങും. ഇതാണ് സത്യം, ഇതാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങും. എന്ത് പ്രാന്താന്ന് ആലോചിക്കണം. ഈ സത്യം പറഞ്ഞ കല്യാണിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് ലീഗലി മൂവ് ചെയ്തിരുന്നെങ്കിൽ ഇത് ആരും അറിയത്തില്ല, അങ്ങനെ ഒരു കേസായിട്ട് പോയേനെ. അതങ്ങനെ തീരുമാനമായേനെ. എന്നിട്ട് അവസാനം വന്നിട്ട് ഈ കാര്യങ്ങൾ പറയാം. ഈ വീഡിയോ ചെയ്യുന്നവരെ ഇപ്പം എൻ്റെ അടക്കം മണ്ടത്തരം ഇത് തന്നെയാണ്. എതിരൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളൊരു പ്രൊവക്കേഷൻ്റെ പുറത്ത് നമുക്ക് കേൾക്കാൻ ആളുണ്ട് കാണാൻ ആളുണ്ട് എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ചാടിക്കയറി അങ്ങനെ വീഡിയോ ഇടും. പിന്നെയാണ് ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ആലോചിക്കണത്. ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ആലോചിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് തീരുമാനിച്ച്. അതെന്താണെന്നൊക്കെ പിന്നീട് ഒരു അവസരം വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെയാണ് ചില കാര്യങ്ങളിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു സൈഡൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ മണ്ടത്തരം കാണിച്ച് കഴിഞ്ഞാൽ അവസാനം നമുക്ക് തന്നെ വള്ളിയായിട്ട് വരുമ്പോൾ കല്യാണിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയത് അതാ. പുള്ളിക്കാരിക്ക് എന്നെ വള്ളിയായിട്ട് വന്നേക്കത് മൊത്തം. ഇനി കോടതിയും കേസുമായിട്ട് പോകണം. മറ്റത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു കേസിൽ അതങ്ങ് തീർന്നു തന്നെ. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഓരോ അലിഗേഷൻസ് ഇട്ടിട്ട് ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്ന ഒരു വേർഷൻ നോക്കി കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ട്. അതിലും വലിയ പ്രശ്നങ്ങളുടെ പുറകെ നമ്മളിങ്ങനെ നടക്കുമ്പോഴേക്കും ഇത് ഈ വീഡിയോസ് കാണുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ വരുന്ന അല്ലെങ്കിൽ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കണ്ടൻസൊക്കെ ടോപ്പിക്സൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നൊരു വീഡിയോ ക്രിയേറ്ററാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് എടുത്ത് ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിനേലും സീരിയസ് ആയിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിത് കേൾക്കുമ്പോഴേക്കും ഞാനിങ്ങനെ ഇടയ്ക്കെങ്കിലും മനസ്സിൽ ചിന്തിക്കും, എൻ്റെ കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴാണ് അവൻ്റെയൊക്കെ കോണം മാറിപ്പോയ കഥ എന്നുള്ളത്. എനിവേ മാൻ, ഇത് രണ്ട് കൂട്ടരും ലീഗലി ഇപ്പോൾ കേസായിട്ട് പോയിട്ടുണ്ട്. കോർട്ടിലിരിക്കുന്ന കാര്യമാണത്. സമയമെടുക്കും, പെട്ടെന്നൊന്നും തീരുമാനമാവുന്ന കാര്യമല്ല. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ വന്നിട്ട് ഓരോരോ അലിഗേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. കോടതിയിലെ കേസ് അതിൻ്റെ മുറയ്ക്കും ഇതിലൊക്കെ നടക്കുള്ളൂ. നമ്മൾ ഈ വീഡിയോ ഇട്ടോൻ്റെ പേരിലൊന്നും പെട്ടെന്ന് കേസ് തീരാനൊന്നും പോകുന്നില്ല. അത് ഉറപ്പ് തന്നെയാണ്. നല്ല ഡിലേ ആവും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഡിലേ ആവാതെ പെട്ടെന്ന് തീരുമാനമായ നല്ലത്. കാര്യം ഇതുപോലത്തുള്ള ഇൻഫ്ലുവൻസേഴ്സും വന്നിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻസ് വന്നിട്ട് ഒരു ബ്രാൻഡിനെ നശിപ്പിക്കേണ്ട. ഒരു ബ്രാൻഡ് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത് തകരാതിരിക്കാൻ വേണ്ടി ഒരു ഇൻഫ്ലുവൻസറിനെ അല്ലെങ്കിൽ സാധാരണക്കാരനെ ഉപദ്രവിക്കേണ്ട ഒരു അവസ്ഥയും വേണ്ട. അപ്പോൾ രണ്ട് സൈഡ് നമ്മളിവിടെ നോക്കണം. മനസ്സിലായില്ലേ? എന്തായാലും തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തരാവോ എന്തോ.